പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നല്ല കോരി ചൊരിയുന്ന മഴയത്ത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചൂടുള്ളൊരു ചിക്കൻ സൂപ്പ് നമുക്ക് ഉണ്ടാക്കി കഴിച്ചാലോ. അപ്പം നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിതൊരു പാത്രത്തിലേക്ക് ഒരു 4 പീസ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബോൺലെസ് വേണമെങ്കിൽ എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് നീളത്തിൽ കനം കുറഞ്ഞ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ക്യാബേജും നീളത്തിലൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടീസ്പൂൺ വറ്റൽമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് വേവാൻ ആവശ്യമായിട്ട് ഒരു 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം മൂടി വെച്ച് ഒരു 20-25 മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കണം. നല്ലതുപോലെ ഒരു തിള വന്ന് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിനുശേഷം വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു പകുതിയോളം വേവായി വന്ന് കഴിയുമ്പം മൂടി തുറന്ന് നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം കട്ട് ചെയ്തത് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു 25 മിനിറ്റോളമൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനും വെജിറ്റബിളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള ചിക്കൻ ഒന്ന് കോരി മാറ്റിയെടുക്കണം. ചിക്കനെല്ലാം കോരി എടുത്തതിന് ശേഷം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ഒന്ന് പിച്ചിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. ചിക്കൻ ഒന്ന് ചൂടാറി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് സൂപ്പൊന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതായതുപോലെ ഒരു തിള വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കിത് ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടും. ആ ഒരു സമയത്ത് നമ്മൾ ചൂടാറാനായിട്ട് കോരി മാറ്റി പിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വീണ്ടും നമുക്കിതൊന്ന് ഒരു 1-2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി മൂടി തുറന്ന് നമുക്ക് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കോഴിമുട്ട ഒന്നിച്ചൊരു ഭാഗത്തങ്ങ് ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലെ ചുറ്റിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കരുത്. ഒരു 10-30 സെക്കൻഡോളം അങ്ങനെ തന്നെ ഒന്ന് വെച്ചതിന് ശേഷം പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ കോഴിമുട്ട നമുക്ക് നല്ലപോലെ പീസായിട്ട് കിട്ടുന്നതാണ്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ മാഗി ക്യൂബൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു കൈപ്പിടിയോളം മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു 2 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ഹെൽത്തിയും വളരെ രുചികരവുമായിട്ടുള്ള നമ്മുടെ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മഴയത്ത് നല്ല ചൂടോടുകൂടി കുടിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. പിന്നെ നല്ല ഹെൽത്തിയും ആണല്ലോ. അപ്പം എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊരു ചിക്കൻ സൂപ്പ് തയ്യാറാക്കി കുടിക്കണം.
എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.